ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അല്ലാഹു അവന് സന്താനങ്ങളെ കൊടുക്കുക എന്നുള്ളത്. ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹവും വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതാണ്. വിവാഹത്തിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് തന്നെ സന്താനലബ്ധി ഒരു പ്രധാന കാര്യമായി തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലോകത്ത് വന്നു പോയ പ്രവാചകന്മാർ അഖിലം മക്കളെ ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ അത്ര അനിവാര്യമായ കാര്യമായതുകൊണ്ടാണ് പ്രവാചകത്വ ദൗത്യത്തിൽ പോലും മഹാന്മാരുടെ പ്രാർത്ഥനകളിൽ മക്കളെ ചോദിക്കുക എന്നുള്ള ആ ഒരു പ്രയോഗം അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ഈ മക്കൾ നന്നാവാനുള്ള വഴിയും പറയുന്നു. ഒരു ഖുർആനിക പഠനം നടത്തിക്കഴിഞ്ഞാൽ മക്കള് നല്ല മക്കളാവാനുള്ളതായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ ശ്രദ്ധേയമായത് രണ്ട് കാര്യമാണ്. മക്കൾ സ്വാലിഹീങ്ങളാവാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള, ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള രണ്ട് മരുന്നാണ്. ഒന്ന് ഉപദേശം, സതുപദേശം നിരന്തരം ഉണ്ടാവണം. രണ്ട്, മക്കൾ നന്നാവാൻ വേണ്ടി അവരുടെ നന്മയിലുള്ള ഏത് പ്രാർത്ഥനയും ആവാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ മക്കൾ നന്നാവാനുള്ള രണ്ട് ഔഷധമാണ്. ഒന്ന്, അവർക്ക് നിരന്തരമായ സതുപദേശം, അത് ഉപദേശിക്കുന്ന ആള് യോഗ്യത കൈവരിച്ചുകൊണ്ട് ഉപദേശിക്കണം. രണ്ട്, മക്കൾക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി, അവർ നന്നാവാൻ വേണ്ടിയുള്ള ഏതെല്ലാം നിലയിലുള്ള പ്രാർത്ഥനകളുണ്ടോ അത് മുഴുവനും നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ഇവ രണ്ടും ഖുർആൻ കൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ പ്രവാചകത്വത്തിന്റെ നിറവിലും മക്കളെ ഉപദേശിക്കാൻ മറന്നുപോയിട്ടില്ല. ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നു. മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ട്. ഉപദേശം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കുക, മോശമാകുന്നിടത്തല്ലേ ഉപദേശിച്ച് നന്നാക്കേണ്ടത്? അല്ല, നന്നായത് കൂടുതൽ നന്നാവാൻ ഉപദേശം എപ്പോഴും നല്ലത്. മക്കൾ നന്നാവണമെങ്കിൽ ഉപദേശം ഉണ്ടായേ പറ്റൂ എന്നതാണ് ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ഉപദേശം നന്നാവണമെങ്കിൽ ഉപദേശിക്കുന്ന ആൾക്ക് ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണം എന്നുള്ളതാണ്. ഉപദേശിക്കാനുള്ള യോഗ്യത, ഉപദേശിക്കപ്പെടുന്ന കാര്യം ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ്. അപ്പൊ നമ്മൾ നന്നായാലാ നമ്മുടെ മക്കൾ നന്നാവൂ എന്ന് ഒറ്റ വാക്കിൽ പറയാം. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രധാന പ്രാർത്ഥന ഉണ്ട്, മക്കൾ നന്നാവാ എന്നുള്ളത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ ഭാര്യയും മക്കളും, ഭർത്താവും മക്കളും നന്നാവാനുള്ള ദുആയാണ്. ഭാര്യ ചെയ്യുമ്പോൾ ഭർത്താവ്, ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ. എന്റെ കൂടെ ജീവിക്കുന്ന ഇണയെയും എന്റെ മക്കളെയും ഞാൻ നോക്കുമ്പോൾ എന്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കൺകുളിർമയുടെ കാഴ്ചയാക്കി തരണേ എന്ന ഈ ദുആ. ഈ ദുആ ചെയ്യുന്ന ആൾ ഇവരെക്കാളും നല്ല ആളാവണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹു ഈ ദുആ ചെയ്യുന്ന എന്നെ, ദുആ ചെയ്യുന്ന ഞങ്ങളെ ആര് നന്നാവണം എന്നാണോ ഞങ്ങൾ ദുആ ചെയ്തത്, അവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ ഇമാം എന്ന രീതിയിൽ ഞങ്ങളെ അതിലേറെ നന്നാക്കണേ എന്നാണ്. അപ്പോ ഈ രീതിയിൽ മക്കൾ സ്വാലിഹീങ്ങളാവാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ആ രണ്ട് മരുന്നുകളിൽ ഒന്നാമത്തേത് ഉപദേശം, രണ്ടാമത്തേത് പ്രാർത്ഥന. അത് മുറ പോലെ നടന്നേ പറ്റും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ചില ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുന്ന അൽ ബഖറയിലെ ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بنيه إن الله اصطفى لكم الدين فلا تموتن إلا وأنتم മുസ്ലിമൂൻ. സുദീർഘമായ ആയത്തുകൾ താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം വിട്ട് മറ്റൊരു മാർഗം അവലംബിക്കുന്നവൻ ഒരു വിഡ്ഢി എന്ന ഖുർആൻ ഈ സംഭവത്തെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും തെരഞ്ഞെടുത്ത മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം. യോഗ്യത പറയണമല്ലോ, ഈ പ്രാർത്ഥന നടത്തി എന്ന് പറയുന്ന ആളുടെ യോഗ്യത പറയണമല്ലോ. എന്നാലാണല്ലോ ആ പ്രാർത്ഥന നടത്തിയ ആ കാര്യത്തിന്റെ ഗൗരവത്തെ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയേണ്ട കാര്യം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ദുനിയാവും ആഖിറവും അല്ലാഹു തെരഞ്ഞെടുത്ത, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തെരഞ്ഞെടുത്ത മഹാവ്യക്തിത്വമാണ് സയ്യിദുനാ ഇബ്രാഹിം. മഹാനവറുകള് അവിടുത്തെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്. എന്താണ് വസിയത്ത്? മക്കൾക്ക് സ്വന്തം മക്കളായ ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും ഒക്കെ ഇബ്രാഹിം നബി വസിയത്ത് കൊടുത്തു. അതുപോലെ തന്നെ യാക്കൂബ് നബിയും അടുത്ത തലമുറയ്ക്ക് ശേഷമുള്ള തലമുറയിൽ പൂർവ്വ പിതാക്കളുടെ വസിയത്ത് വീണ്ടും ആവർത്തിച്ചു. എന്താ ഇവരൊക്കെ മക്കൾക്ക് കൊടുത്ത ഉപദേശം? അല്ലെങ്കിൽ മക്കളോട് അവർ നടത്തിയ വസിയത്ത് എന്താ? യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഒരു ദീൻ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ആ ദീനിലായി ജീവിക്കുന്നതോടൊപ്പം ആ ദീനിലല്ലാതെ മരണമില്ല എന്ന ആ ഒരു പ്രതിജ്ഞയിലാവണം നിങ്ങളുടെ ദീനിയായ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ദീനിലേ ഞാൻ മരിക്കൂ, ഈ പ്രതിജ്ഞ. ആ രീതിയിലാവണം നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി. അല്ലാതെ ഒരു വിട്ടുവീഴ്ച വിഷയത്തിൽ പാടില്ല എന്ന് മഹാന്മാരായ അമ്പിയാക്കൾ മക്കളെ ഉപദേശിച്ചു. അങ്ങനെയാണ് മക്കൾ നന്നായി കഴിഞ്ഞാൽ അവിടെ നബിയുടെ ക്വാളിറ്റിയിൽ പോലും മാറ്റമുണ്ടെന്ന് ഖുർആനിൽ ചിന്തിപ്പിക്കുന്ന ഒരായത്തുണ്ട്. സൂറത്ത് ആലു ഇമ്രാനിന്റെ 33-ാമത്തെ ആയത്ത്. നന്മയുള്ള മക്കളെ പരിഗണിച്ചോടുത്ത് മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന അവരുടെ റാങ്ക് ലിസ്റ്റിൽ പോലും വലിയ പരിഗണന. കേട്ടോ, ആയത്ത് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ അസ്തഫാ ആദമ ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു തെരഞ്ഞെടുത്തു ആരെ? മഹാനായ ആദം നബിയെ തെരഞ്ഞെടുത്തു, നൂഹ് നബിയെ തെരഞ്ഞെടുത്തു. ആല ഇബ്രാഹിം, ഇബ്രാഹിം നബി അല്ല തെരഞ്ഞെടുത്തത്, ഇബ്രാഹിം നബി ഉൾപ്പെടെയുള്ള ഇബ്രാഹിം നബിയുടെ മക്കളെയും കുടുംബത്തെയും തെരഞ്ഞെടുത്തു. വാല ഇമ്രാൻ, ഇമ്രാനെ മാത്രമല്ല ഇമ്രാൻ ഉൾപ്പെടെയുള്ള കുടുംബത്തെയും തെരഞ്ഞെടുത്തു. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ മറിയം ബീവിയുടെ വാപ്പയാണ്, മഹാനായ ഈസ നബിയുടെ വല്ലുപ്പയാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇവിടെ ആദ്യം രണ്ട് നബിമാരെ പറഞ്ഞു, ഒന്ന് നൂഹ് നബിയും ആദം നബിയും. ഇവിടെ നബിമാരെ തെരഞ്ഞെടുത്ത് അവരുൾപ്പെടെയുള്ള കുടുംബത്തെ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നൂഹ് നബിയുടെ മക്കളിൽ ഒരാൾ പ്രശ്നക്കാരനായിരുന്നു, കനാൻ. വെള്ളപ്പൊക്കത്തിൽ ആ കനാൻ എല്ലാരോടും കപ്പലിൽ കയറാൻ പറഞ്ഞോടത്ത് പ്രവാചക പ്രഖ്യാപനവും പിതാവിന്റെ പ്രഖ്യാപനവും ഒരുമിച്ചാണല്ലോ കനാനോടും ഉണ്ടാവുക. കനാന്റെ വാപ്പയാണല്ലോ നൂഹ് നബി. എല്ലാരും അനുസരിച്ചോടത്ത് കനാൻ അനുസരിച്ചില്ല, വാപ്പയെ നിഷേധിച്ചു,
പ്രവാചകത്വ ദൗത്യമുള്ള വാപ്പയെ നിഷേധിച്ചു. രണ്ട് നിഷേധം അവിടെ ഉണ്ടായത്, പിതാവിനോടും പ്രവാചകനോടും. ആ നിഷേധി ഒരു മകനായി ഉണ്ടായതുകൊണ്ട് ആ മകൻ ഉൾപ്പെടുന്ന കുടുംബം എന്ന രീതിയിലുള്ള സംബോധനം അള്ളാഹു ഒഴിവാക്കി. ആദം നബിയുടെ വിഷയത്തിൽ ഹാബീലിനെ ഖാബിൽ കൊന്നു, കൊലയാളി എന്ന മകൻ, ഒരു പ്രശ്നക്കാരൻ മകൻ ഉള്ളത് കൊണ്ട് ആ മകൻ ഉൾപ്പെടുന്ന കുടുംബം എന്ന പ്രയോഗം അള്ളാഹു ഒഴിവാക്കി. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ ചേർത്തുകൊണ്ടാണ് വിളിച്ചത്, ഇമ്രാന്റെ കുടുംബത്തെ ചേർത്തുകൊണ്ടാണ് വിളിച്ചത്. രണ്ടും സമർപ്പണമാണ്. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സമർപ്പണം മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം പിതാവ് കണ്ട സ്വപ്നത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന സമർപ്പണ ബോധം, ആ പിതാവിന് വേണ്ടി മകനെ സമർപ്പിക്കുന്ന മാതാവിന്റെ സമർപ്പണ ബോധം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മകനെ സമർപ്പിക്കുന്ന കുടുംബ ജീവിതത്തെ സമർപ്പിക്കുന്ന ഇബ്രാഹിമി ബോധം അലൈഹിസ്സലാത്തു വസ്സലാം. ഇമ്രാന്റെ മകൾ മറിയമിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി അത് മകളാകും എന്നൊന്നും ചിന്തിക്കാതെ ഗർഭാവസ്ഥയിൽ സമർപ്പിക്കാൻ ഇമ്രാന്റെ ഭാര്യ ഹന്ന ചിന്തിച്ച ആ ഒരു ചിന്ത, ആ ഒരു കുടുംബം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പിതാവിന് അനുസരണയുള്ള നല്ല മകളായും മകളുടെ മകനായും ഈസയും മറിയമും അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇവിടെ പിതാവിന്റെ അഡ്രസ്സിൽ അള്ളാഹു ഒരു പ്രത്യേക അഭിനന്ദനം കൊടുത്തു. ആദം നബിയും നൂഹ് നബിയും ഒഴിവായ പോലെ ഇബ്രാഹിമി കുടുംബവും ഇമ്രാന്റെ കുടുംബവും ആ വിഷയത്തിൽ മികച്ചു നിന്ന പോലെ ഈ ആയത്ത് അങ്ങനെ ആ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നന്നാവാൻ നമുക്കും തൗഫീഖ് നൽകട്ടെ. മക്കൾ നന്നായാൽ കുടുംബം നന്നായി. മക്കൾ നന്നാവാനുള്ളതായ കാര്യകാരണങ്ങളാ നേരത്തെ പറഞ്ഞത്. അവർക്ക് നന്നാവാനുള്ള രണ്ട് മരുന്നുണ്ട്. ഒന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അവർക്കുള്ള ഉപദേശങ്ങൾ, അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. വേണേ നന്നായാൽ മതി, ഇനി ഞാനൊന്നും പറയില്ല, ഞാൻ പറഞ്ഞു മടുത്തു, അതൊന്നും നമ്മുടെ നിലപാടാവാനായി പാടില്ല. അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഉപദേശിച്ചിരുന്നു മഹാന്മാരായ നബിമാർ. കൊച്ചു പ്രായത്തിൽ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിൽ നുബുവത്തിന്റെ പ്രഖ്യാപന തുല്യമായ ഒരു സ്വപ്നം കണ്ട് പാതിരാവിൽ ഞെട്ടി ഉണർന്ന ഒരു കൊച്ചുമോനെ പിറ്റേ പകലിൽ ഈ സ്വപ്നത്തിന്റെ ഗൗരവം പുറത്തറിഞ്ഞാൽ, ഈ സ്വപ്നത്തിന്റെ വാക്കുകൾ പുറത്തറിഞ്ഞാൽ, ഈ സ്വപ്നം കണ്ട വിഷയം പുറത്തറിഞ്ഞാൽ കൂടപ്പിറപ്പുകൾ ശത്രുവാകും എന്ന ഭയം പ്രിയപ്പെട്ട പിതാവ് അപകടം മുന്നിൽ കണ്ടുകൊണ്ട് മകനെ ഉപദേശിച്ചു. മഹാനായ യാക്കൂബ് നബി യൂസുഫ് നബിയെ ഉപദേശിച്ചു. മഹാനായ യൂസുഫ് നബി കണ്ട സ്വപ്നം മഹാനവറുകളുടെ മുന്നിൽ 10-12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ വന്ന് കീഴടങ്ങുന്നതായി കണ്ട സ്വപ്നം. പിൽക്കാലത്ത് പിതാവും മാതാവും സഹോദരങ്ങളും വന്ന് തന്റെ കാൽ ചുവട്ടിൽ വന്ന് തന്റെ അധികാര സോപാനങ്ങളിൽ അവർ അഭിമാനിച്ചുകൊണ്ട് തങ്ങളുടെ അവിടുത്തെ പ്രജയായി മാറും എന്ന അവസ്ഥയിൽ പിന്നീടുള്ള രാജയോഗമാണ് ആ സ്വപ്നത്തിന്റെ, അല്ലെങ്കിൽ നുബുവത്തിന്റെ യോഗമാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് പിതാവ് മകന് വ്യാഖ്യാനം കൊടുത്തിട്ട് ആ സ്വപ്നന്മാരോടും പറയല്ലേ, അപകടം മുന്നിലുണ്ട്. അപ്പൊ അപകടം മുന്നിൽ കാണുന്നിടത്ത് മാതാപിതാക്കൾ ഉപദേശിക്കണമെന്ന തത്വം പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ട്. ആയത്ത് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. അങ്ങനെ ഉപദേശിച്ചു. പിശാച് ഇടപെടും മോനെ. പിന്നെയും ഈ പിതാവിന്റെ ഉപദേശം വേറെയും കാണാം. യാക്കൂബ് നബി മക്കളെ അപകടം കണ്ടുകൊടുത്ത് ഉപദേശിച്ചു. എപ്പോഴാണിത്? ഈജിപ്തിലേക്ക് റേഷൻ വാങ്ങാൻ പോയി. പിൽക്കാലത്ത് യൂസുഫ് നബിക്ക് അധികാരം കിട്ടിയപ്പോ ആ സമയം കൊട്ടാരത്തിലേക്ക് കയറുമ്പോ മക്കളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം, കാരണം കണ്ണേറ് തട്ടും എന്ന്. കണ്ണേറ് തട്ടും എന്ന് സഹൽ ഫൈദി പറഞ്ഞതല്ലോട്ടെ, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ അങ്ങനെ അതിനൊരു അർത്ഥമുണ്ട്. അന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം എന്നുണ്ട്. എല്ലാരും കൂടി ഒരുമിച്ചൊരു വാതിലിലൂടെ കടന്നു. എന്താ കണ്ണേറ് തട്ടാൻ കാരണം? ബിൽ കമാലി വകാനു മൗസൂഫീന ബിൽ കമാലി വൽ ജമാൽ വഅബ്നാഇ റജുലിൻ വാഹിദ്.
ഒരൊറ്റ വാപ്പാന്റെ മക്കളെല്ലാവരും പരിപൂർണമായ ആകാര മികവും സൗന്ദര്യ മികവും നിറഞ്ഞു നിൽക്കുന്ന ശരീരങ്ങളായി ഒരുമിച്ചങ്ങ് കയറുമ്പോ ജനങ്ങൾക്ക് അത് അസൂയ തോന്നാം, അത് കണ്ണീരിൽ കലാശിക്കാം. അതുകൊണ്ട് വാപ്പ മക്കളെ ഉപദേശിച്ചു. എങ്ങനെയാ ഉപദേശിച്ചത്? അപകടങ്ങൾ മുന്നിൽ കണ്ടപ്പോ ഉപദേശിച്ചു. വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഇൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അലൈഹി തവക്കൽതു വഅലൈഹി ഫലതവക്കലിൽ മുതവക്കിലൂൻ. അപ്പൊ അപകടങ്ങൾ കാണുന്നിടത്ത് വാപ്പ ഉപദേശിച്ചു, മക്കളെ വ്യത്യസ്ത വാതിലുകളിലൂടെ കയറണം, ഒരു വാതിലിലൂടെ പോവല്ലേ. ഉപദേശം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു വാപ്പാന്റെ പേരിൽ തന്നെ ഖുർആനിൽ ഒരു അധ്യായം ഉണ്ട്. ആരാണ് വാപ്പ? മഹാനായ ലുഖ്മാൻ. വലിയ മഹാനല്ലേ? 4000 നബിമാരുടെ ഖാദിമായി ജീവിച്ച മഹാൻ. ഉപദേശം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചരിത്രം സൃഷ്ടിച്ച പിതാവ്. ഖുർആൻ എത്ര മനോഹരമായാണ്, എത്ര മഹത്വത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് വരികൾ നൽകിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുഖ്മാൻ മകനെ ഉപദേശിച്ചു, ഒരിക്കലും ശിർക്ക് വെക്കല്ല മോനെ. പിന്നെ ഉപദേശിച്ചു, ഒരു അണുമണി തൂക്കത്തോളം നീ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം കിട്ടും മോനെ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഒരു ധാന്യമണിയോളം ഒരു നന്മയാണ് നിനക്ക് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ അത് നിനക്ക് നഷ്ടപ്പെട്ടു, എവിടെയോ പോയി. അത് നീ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഏതോ ഒരു പാറയുടെ അടിയിൽ നീ നിക്ഷേപിച്ചാലും, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിക്ഷേപിച്ചാലും, ആകാശത്തിന്റെ വിശാലതയിൽ നീ നിക്ഷേപിച്ചാലും, ഭൂമിയിൽ എവിടെയെങ്കിലും നിനക്കത് കൈമോശം വന്നാലും നഷ്ടപ്പെടൂല മോനെ. നല്ലതാണോ നീ ചെയ്തത്, നന്മയ്ക്ക് ഗുണം കിട്ടും തീർച്ചയാ. അത് അല്ലാഹു നിന്റെ മുന്നിൽ കൊണ്ടുവരും മോനെ. യാ ബുനയ്യ അഖിമിസ്സലാ. സമയബന്ധിതമായി നിസ്കരിക്കണേ മോനെ. വഅ്മുർ ബിൽ മഅറൂഫ്. നല്ലത് നീ കൽപ്പിക്കണേ, ചീത്തയിൽ നിന്നും നീ സ്വയം മാറണേ, മറ്റുള്ളവരോട് പോകല്ലേ എന്ന് പറയണേ. വസ്ബിർ അലാ മാ അസാബക. അല്ലാഹു തരുന്ന ഇടങ്ങേറ് മുസീബത്തുകൾ റബ്ബ് തന്നതാണെന്ന തോന്നലിൽ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്ഷമിക്കണേ. എന്താ വാപ്പാന്റെ ഉപദേശം? ഇതൊക്കെ മോശം മക്കളല്ലോ, അങ്ങനെ തോന്നണ്ട. മോശം അവരുടെ മക്കളൊക്കെ മോശം, അതുകൊണ്ട് അവർ ഉപദേശിച്ച് നന്നാക്കിയൊന്നുമല്ല. നമ്മുടെ മക്കള് നല്ലതല്ല, എന്നിട്ട് ഉപദേശമല്ല നന്നാവില്ല. എവിടൊക്കെ എന്തായി പ്രതീക്ഷിക്കാം? ഇതൊക്കെ ഉപകാരമുള്ളതാവണ്ടേ. ലുഖ്മാൻ പിന്നെ പറഞ്ഞു, മോനെ വലാ തുസഅ്നിർ ഖദ്ദക ലിന്നാസ്. ഒരു വളിച്ച മുഖമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നടക്കില്ല. ഒരു മുഖപ്രസന്നതയൊക്കെ വേണം. ആളുകളുടെ ഇടയിൽ നിന്റെ മുഖം തിരിച്ച് കളയല്ലേ. വലാ തംശി ഫിൽ അർളി മർഹാം. മോനെ അഹങ്കാരത്തോടുകൂടെ നീ ഭൂമിയിൽ നടക്കല്ലേ, മണ്ണിനെ വേദനിപ്പിച്ച് നടക്കല്ലേ. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക. ഒരു മയത്തോടെ നിന്റെ ശബ്ദം ഉയരണേ. കഴുത ഓരിയിടുന്ന പോലെ ആവല്ലേ. ഒരു മാന്യമായ ശബ്ദം. അതുപോലെ തന്നെ നിന്റെ നടത്തത്തിൽ ഒരു വിനയഭാവം, ഇതൊക്കെ വേണം. അങ്ങനെയൊക്കെ എത്രയോ ഉപദേശിച്ചാൽ ഇതൊക്കെ ഒന്ന് നമുക്ക് ഉപകാരപ്പെടാം. എപ്പോഴാ ഇത് ഉപകാരപ്പെടാം? മക്കൾ ഉപകാരപ്പെടുന്ന എപ്പോഴാന്നറിയോ? മക്കൾ ഉപകാരപ്പെടുന്നത് നമുക്ക് ആശുപത്രി കിടക്കുമ്പോ ഫ്ലാസ്കിൽ ചായ വാങ്ങിക്കൊണ്ടുവരാനല്ല, അതൊരു ഉപകാരമായിരിക്കും. മക്കൾ ഉപകാരപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂറ് കൊണ്ടുപോകാനല്ല,
അല്ലെങ്കിൽ കായികമായ എന്തെങ്കിലും സഹായം ചെയ്ത് തരാനല്ല. ചിലർ പറയും മക്കളെ കൊണ്ടുള്ള ഉപകാരം മരിക്കാൻ നേരത്തെ വെള്ളം കിട്ടില്ല, അതൊക്കെ പിന്നുള്ള കാര്യമാണ്. മക്കളെ കൊണ്ടുള്ള ഒരു ഉപകാരം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഖബറിക്കെടുക്കുമ്പോഴാണ്. മരിക്കൽ എങ്ങനെയും മരിക്കും, നമ്മൾ എന്തായാലും മരിക്കും. ഖബറിൽ കിടന്ന ഇത് സഹിച്ച് കഴിയേണ്ട അവിടം വരെ. സ്വന്തം തനിച്ച് മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാവലും ഉണ്ട്. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളെ കൊണ്ടുള്ള ഉപകാരം അവിടെയാണ്. ഹബീബ് പഠിപ്പിച്ചല്ലോ, 7 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യന് 7 കാര്യങ്ങളിൽ ഖബറിലേക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരാൾ മരിച്ചാലും അയാളുടെ ഖബറിലേക്ക് 7 കാര്യങ്ങളുടെ കൂലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മരിച്ചാലും 7 കാര്യങ്ങളുടെ കൂലി ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒന്നാമത്തേത് ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ച് പ്രചരിപ്പിച്ച അനുഷ്ഠിച്ച ഇൽമ്. 2 വലദൻ സ്വാലിഹൻ തറക്കഹു, താൻ ജീവിച്ചിരിക്കുമ്പോ സ്വാലിഹീങ്ങളായ മക്കളെ വാർത്തെടുത്തിട്ടാ പോയതെങ്കിൽ ആ മക്കള്. 3-മത്തേത് അവൻ അനന്തരമായി ഏൽപ്പിച്ച മുസ്ഹഫ് ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങള്. 4-മത്തേത് അവൻ നിർമ്മിച്ച പള്ളി. 5-മത്തേത് യാത്രക്കാർക്ക് അവൻ ചെയ്തു കൊടുത്ത സൗകര്യം. 6-മത്തേത് അവൻ ചെയ്തു കൊടുത്ത ജലസേചന സൗകര്യം. 7-മത്തേത് അവന്റെ ഹയാത്ത് കാലത്ത് ആരോഗ്യത്തിൽ അവൻ ആവശ്യക്കാരനായിരിക്കെ അവൻ ചെയ്ത ജാരിയായ മറ്റു സദഖകൾ. 7. അല്ലാഹു 7 തരട്ടെ. അതിപ്രധാന 7 ഏറ്റവും ഈ 7 കാര്യം ചെയ്യുന്നതിൽ ഏറ്റവും ശ്രമകരം ഈ 7-ൽ സാലിഹീങ്ങളായ മക്കളെ വാർത്തെടുത്ത് വെക്കുക എന്നതാണ്. മറ്റേത് 45 രൂപ 50 രൂപ കൊടുത്ത മുസഹഫ് കിട്ടും, അതെവിടെയും പള്ളിയിലെവിടെയും ദാനം ചെയ്താൽ ചിലപ്പോൾ അത് ആരെങ്കിലും നമ്മൾ മരിച്ചാലിരുന്ന് ഓതിയ കൂലി കിട്ടാവും. ഒരു കിണർ കുത്താൻ പൈസ ഉണ്ടെങ്കിൽ കിണർ കുത്തിയാൽ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂലി കിട്ടും. പക്ഷെ ഒരു കുട്ടിയെ സ്വാലിഹായി വളർത്തിക്കൊണ്ടുവരാ എന്നത് രക്ഷിതാവ് എത്രമാത്രം കഷ്ടപ്പെടണം, എവിടെന്നേ തുടങ്ങണം. കുട്ടി ഉണ്ടാവണമെന്ന് ആലോചിക്കുന്ന ആലോചന മുതലേ തുടങ്ങണം. ജനിച്ചാൽ നല്ലത് കൊടുക്കണം, നല്ല പേര് വിളിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. മൻ വുലിദ ലഹു വലദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദ്ദിബഹു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഅബുൽ ഈമാനിൽ മഹാനായ ഇമാം ബൈഹഖി ഹദീസ് പറയുന്നു, ഒരു കുട്ടി സ്വാലിഹാവണമെങ്കിൽ നല്ല പേര്, അതുപോലെ തന്നെ നല്ല അദബ് പഠിപ്പിക്കണം. പലരും പല സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല സമ്മാനം ഏതാ? മുത്തുനബി പഠിപ്പിച്ച ഏറ്റവും നല്ല സമ്മാനം മാ നഹല വാലിദൻ വലദൻ മിൻ നഹൽ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ചെരുപ്പൂരി വെക്കേണ്ടത് എങ്ങനെയാണ്, ഒരാളോട് സംസാരിക്കുമ്പോ എങ്ങനെയാ തുടങ്ങേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാ, ഒരു സദസ്സ് പിരിയുമ്പോ, പള്ളിയിൽ കയറുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അദബുകൾ വേണം. ഒരു വാപ്പ മകന് കൊടുക്കുന്ന, ഉമ്മ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കുക, നല്ല അദബ് പറഞ്ഞു കൊടുക്കുക എന്നതാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് സമ്പത്തും സന്താനവും ഉപകാരപ്പെടാത്തൊരു കാലം വരുന്നുണ്ട്. അത് മഹ്ശറയാ. സമ്പത്ത് ഉപകാരപ്പെടില്ല, സന്താനം ഉപകാരപ്പെടില്ല. അങ്ങനെയുള്ളോടത്ത് ഉപകാരപ്പെടൂട്ടോ നല്ല മക്കളുണ്ടെങ്കിൽ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ് കൊണ്ട് എന്നാലാ, സലീമായ ഖൽബ്, ഒരു ടെൻഷൻ ഇല്ലാത്ത ഖൽബുമായി ചെല്ലണം അള്ളാഹുവിന്റെ മുന്നിലേക്ക്. ആർക്കാ ടെൻഷൻ ഉള്ളത്?
ആഖിറത്തിന്റെ കാര്യത്തില് പരാജയം സംഭവിക്കുമെന്ന് ഏകദേശമൊക്കെ ധാരണ കിട്ടിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇമാം ബൈളാവി രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. ഒരു മനുഷ്യന് സലീമായ സുരക്ഷിതമായ മനസ്സുമായി ചെല്ലണമെങ്കിൽ ആ മനുഷ്യൻ ഹൈതു അൻഫഖ മാലഹു ഫീ സബീലിൽ ബിർരി വഅർസദ ബനീഹി ഇലൽ ഹഖി വഹസ്സഹും അലൽ ഖൈരി എന്നാണ്. തന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ആ ചെലവ് ചെയ്ത് ഒരു ഉറുപ്പിയ അവൻ ഹറാമിൽ ചെലവ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ മക്കളെ ഖൈർ കൊണ്ട് ഉപദേശിക്കുകയും ഖൈറിൽ പ്രേരിപ്പിക്കുകയും ഹക്കിലേക്ക് നയിക്കുകയും ചെയ്ത വാപ്പ ധൈര്യമായിട്ട് പോവാം, നെഞ്ചിടിപ്പ് കൂടൂല. അള്ളാന്റെ കോടതിയിൽ അങ്ങനെയുള്ളവർക്ക് രക്ഷ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ ഇമാം ബൈളാവി വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാ. അതുകൊണ്ട് ഉപദേശത്തിന്റെ എല്ലാ രീതിശാസ്ത്രവും നമുക്ക് വേണം, അതിന്റെ എല്ലാ ശാസ്ത്രീയ വശവും ഉണ്ടായിരിക്കണം. ഒരു ഉപദേശം കുട്ടിയിൽ ഫലിക്കണമെങ്കിലോ ഉപദേശിക്കാനുള്ള യോഗ്യത കുട്ടികളുടെ രക്ഷിതാവ് നേടിയിരിക്കണം. അർഹതയില്ലാത്തവരുടെ ഉപദേശം പലപ്പോഴും ഫലം കാണാതെ വരാറുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ടല്ലോ, അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ ഫലാ തഅഖിലൂൻ. ആലോചിച്ചു നോക്കിയേ, ഉപദേശം എന്തുകൊണ്ടാ ഫലിക്കാത്തെന്നറിയോ? അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും. സ്വന്തം ജീവിതത്തിൽ ഇല്ലാതെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുന്നിടത്ത ആ ഉപദേശ വാക്കുകൾ കൊണ്ട് ഒരു ഗുണമില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. وحيث كان داعيا الى الله مع اتصافه بالعمل الصالح كان قوله مقبولا ويؤثر في القلوب എന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ-സാവി രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ദീനാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നെങ്കിൽ അത് ഇല്ലാതെ സ്വന്തം ജീവിതത്തിൽ ഇല്ലാതെ പറയുന്നിടത്ത് ഗുണം ഉണ്ടാവൂല. ഈ വാക്ക് ഉപകാരം ഉണ്ടാവും. ചെയ്യുന്നത് ഒരാളോട് ചെയ്യാൻ പറയുമ്പോഴാണ്. നമ്മൾ ചെയ്യാതിരിക്കാണ് അങ്ങനെയുള്ള ഒരു കാര്യം മറ്റൊരാൾ ചെയ്യലട്ടോ എന്ന് പറയുന്നു. ജീവിതത്തിൽ നന്മയുടെ കാര്യത്തിൽ എങ്ങനെയാ? തിന്മ ഉപദേശിക്കുന്നതോട് തിന്മയിൽ ഉപദേശിക്കുന്നതോടത്ത് എങ്ങനെയാ? തിന്മ വിരോധിക്കുന്നതോടത്ത് എങ്ങനെയാ? നമ്മൾ സ്വയം വിരോധിതമായി അത് മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് മറ്റൊരാളോട് ചെയ്യലട്ടോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ ആയത്ത് സൂറത്തുൽ ബഖറയുടെ ആയത്താണ്. അതിന് വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഇമാം റാസി പറയുന്ന ഒരു രസകരമായ ഒരു തത്വമുണ്ട്. അമലു റജുലിൻ ഫി അൽഫി റജുലിൻ അബ്ലഗു മിൻ ഖൗലി അൽഫി റജുലിൻ ഫി റജുൽ. 1000 ആളുകളുടെ ഇടയിൽ ഒരാളെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും 1000 ആളുകൾ കൂടി ഒരാളെ അമൽ ചെയ്യണമെന്ന് ഉപദേശിക്കണം എന്നതും തമ്മിൽ നോക്കിയാൽ 1000 അമൽ ചെയ്യാത്ത ആളുകളുടെ ഇടയിൽ ഒരാൾ അമൽ ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കൽക്കാണ് ഫലം കൂടുതൽ ഉണ്ടാവുക. 1000 പേരിൽ നിന്നാവും. എന്നാൽ ഒരു അമലും ചെയ്യാത്തവനെ അമലൊന്നുമില്ലാത്ത 1000 പേര് വന്നിട്ട് ഉപദേശിച്ചിട്ട് അമൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. 1000 പേർക്ക് അമലില്ല, അവരൊരു അമലില്ലാത്ത ഒരാളെ ഉപദേശിക്കാൻ വന്നു. എന്നാൽ ഈ 1000 ഉപദേശം കൊണ്ട് ഒരു കുന്തം അവിടെ സംഭവിക്കില്ല. നേരെ മറിച്ച് അമലില്ലാത്ത 1000 പേരുടെ ഇടയിൽ ഒരു അമലുള്ള ആള് പോയി വെറുതെ അമൽ ചെയ്താൽ മതി, 1000 പേർക്കും അമലുണ്ടാവാം എന്നാണ് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഇത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കേട്ടോട്ടോ. മഹാനായ അബുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ആലപിച്ച ഒരു മനോഹരമായ കവിത ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ലാ തൻഹ അൻ ഖൽഖിൻ വതഅതി മിസ്ലഹു അറ അലൈക ഇദാ ഫഅൽത അലീമു. സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തത് ജനങ്ങളെ ഉപദേശിക്കാൻ പോകുന്നവനെ, നിന്റെ മേൽ അല്ലാഹു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടേ. വബ്ദഅ ബിനഫ്സിക ഫഇന്നഹാ അൻ ഗയ്യി വബ്ദഅ ബിനഫ്സിക ഫൻഹാ അൻ ഗയ്യിഹാ ഫഇദാ ഇൻതഹൈത അൻഹു ഫഅൻത ഹകീമു. ഒരു തിന്മ തടയാൻ പോകുന്നവനെ, ആ തിന്മ നിന്റെ ജീവിതത്തിലില്ല എന്ന് നീ ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് പോവണേ. അങ്ങനെ വന്നാലാണ് നീ നീതിമാനാവൂ. فهناك يقبل إن فعلت ويقتدى بالقول منك وينفع التعليم. അങ്ങനെ വരുമ്പോൾ നിന്റെ പിന്നാലെ നന്മ ചെയ്യാൻ ആളുകൾ കൂട്ടം കൂട്ടമായി വരും.
ആ സമയത്ത് നീ പറയുന്ന ഏതൊരു ചെറിയ വർത്തമാനത്തിനും ഉപകാരമുണ്ടാകും. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറയാം, പൊന്നു മക്കളെ നന്നാവാൻ ഖുർആൻ പറഞ്ഞ 2 മരുന്നുകൾ. ഒന്നാമത്തെ മരുന്ന് സദുപദേശമാണ്. രണ്ടാമത്തെ മരുന്ന് ഏതൊരു നന്മയിലും മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടലാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരിലും ഖൈറ് നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ വീട് സംബന്ധമായ പ്രയാസങ്ങളുണ്ട്. പണയത്തിനോ മറ്റോ ഒക്കെ കൊടുത്തിട്ടത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാ. ലോണിൽ കുടുങ്ങിയവരെ നീ കരകയറ്റണേ അല്ലാ. കടബാധ്യത ഉള്ളവരുണ്ട്, കടങ്ങൾ വീട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. വാഹനങ്ങളിലും സ്ഥാപനങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിശുദ്ധിയും നീ ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാ. അല്ലാഹുവേ ജോലിയില്ലാത്തവർ, ജോലി തേടുന്നവർ ഖൈറായ ജോലി എത്തിക്കണേ അല്ലാ. ഒരുപാട് പേര് ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അതുപോലെ ലക്ഷോപലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട്. ഈ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞവരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള ബറക്കത്ത് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കുക അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കുക അല്ലാ. അല്ലാഹുവേ ഹജ്ജ് ഉംറ സിയാറക്ക് ശ്രമിക്കുന്നവർക്ക് നീ തൗഫീഖ് നൽകുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.